തീർച്ചയായിട്ടും എൻ്റെ പ്രയോറിറ്റി ജനങ്ങൾക്ക് സ്വൈര ജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. മറ്റ് വിശദാംശങ്ങൾ പിന്നീട് സംസാരിക്കാം. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന ഒരു ഭരണമായിരിക്കും ശ്രീ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഇന്ന് ഈ ഗവൺമെന്റ് അധികാരമേൽക്കുകയാണ്. കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങൾക്കും സ്വൈര ജീവിതം ഉറപ്പുവരുത്തുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് എത്തിയ കേരള ജനതയോട് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ അവരുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാ മന്ത്രിമാരുടെയും ഉത്തരവാദിത്വം ഞാൻ വിശ്വസിക്കുന്നു. ഞാനും അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കും. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ. 40 വർഷം മുമ്പ് ഞാൻ ശ്രീ കെ കരുണാകരനോടൊപ്പം മന്ത്രിയായിരുന്നു. അതുകൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ അങ്ങനെ ഒരു പോരാട്ടത്തിനൊന്നും ആവശ്യമില്ല. മുഖ്യമന്ത്രി തന്നെ ഏത് വകുപ്പ് ഞാൻ തെരഞ്ഞെടുത്തോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഏത് വകുപ്പ് ഞാൻ തന്നെ തെരഞ്ഞെടുത്തോളാൻ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൂടി കേട്ട ശേഷമാണ് പിന്നെ സഹപ്രവർത്തകരുടെ സമ്മർദ്ദവും AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ മന്ത്രിസഭയിലേക്ക് കടന്നു വന്നത്. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു കാര്യത്തിൽ ഞാൻ വന്ന് 2 തവണ കണ്ടപ്പോഴും അദ്ദേഹം ഏത് വകുപ്പ് വേണമെങ്കിൽ ഞാൻ ചൂസ് ചെയ്തോളാനാണ് പറഞ്ഞത്. അപ്പം അതിലൊന്നും ഒരു പ്രശ്നവും നമുക്കില്ല. പിന്നെ ചേരണോ വേണ്ടയോ എന്നൊരു സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ സഹപ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ജനങ്ങളും എൻ്റെ മണ്ഡലത്തെ ഹരിപ്പാട്ടെ ജനങ്ങളും എല്ലാവരും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മന്ത്രിസഭയിലേക്ക് ചേരുന്നത്. ഞാൻ ഹാപ്പി എന്നുള്ളതല്ല, ജനങ്ങൾക്ക് ഹാപ്പിയായി ജീവിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൻ്റെ ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. കാരണം ക്രമസമാധാന നില പൂർണ്ണമായും സംരക്ഷിച്ച് ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുള്ള പരിശ്രമമായിരിക്കും ഞാൻ നടത്തുന്നത്. അത്തരം കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് അങ്ങ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അല്ല, അതൊന്നും ഇവിടെ അതൊന്നും ചർച്ചാ വിഷയമല്ല. നമ്മൾ ഒരു ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ 21 പേരെ എല്ലാം വെക്കാൻ പറ്റുമോ? ധാരാളം അർഹരായ ആളുകളുണ്ട്, ഒരു സംശയവുമില്ല. എല്ലാവരെയും പരിഗണിക്കാൻ കഴിയാത്തവരുള്ള പ്രയാസവും വിഷമവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇനിയിപ്പോൾ UDF ഒരു മനസ്സോടെ മുന്നോട്ട് പോയി ഒരു മെച്ചപ്പെട്ട ഭരണം ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 21 മന്ത്രിസഭയിൽ 14 പുതുമുഖങ്ങളുണ്ട്. തീർച്ചയായും പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണ്ടേ, ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണ്ടേ, വനിതകൾക്ക് വേണ്ട പ്രാതിനിധ്യം കൊടുക്കണ്ടേ. അപ്പൊ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്.